So welcome to a new video guys. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ചൂസ് എ ബെസ്റ്റ് ഫോറക്സ് ബ്രോക്കർ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫോറക്സ് ബ്രോക്കറിനെ എങ്ങനെ ചൂസ് ചെയ്യാം. സോ ഓൾറെഡി ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും ഫോറക്സ് ബ്രോക്കേഴ്സിന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. സോ റീസെൻ്റ്ലി നിങ്ങൾ ആ ഒരു ന്യൂസസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എക്സ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു ബ്രോക്കർ ഇന്ത്യയിൽ സർവീസ് എൻഡ് ചെയ്തു, അങ്ങനെയുള്ള ന്യൂസസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവും. സോ കുറച്ച് ലീഗലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഫോറക്സ് ബ്രോക്കേഴ്സിന് ഫുള്ളി ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നല്ലൊരു ഫോറക്സ് ബ്രോക്കർ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, മോസ്റ്റ്ലി ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യണം, ഇന്ത്യയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഓഫ് ഷോർ ബ്രോക്കേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് തിങ് അണ്ടർസ്റ്റാൻഡിങ് ദ ബ്രോക്കർ മോഡൽസ്, അതായത് ആ ഒരു ബ്രോക്കറിൻ്റെ മോഡൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നമുക്ക് രണ്ട് ടൈപ്പ് മോഡൽസ് ഉണ്ട്, എ ബുക്ക് ബ്രോക്കർ ഉണ്ട്, ബി ബുക്ക് ബ്രോക്കർ ഉണ്ട്. സോ എ ബുക്ക് ബ്രോക്കറാണ് ദ ലെജിറ്റ് വൺസ്. ഓക്കെ, സോ അവരാണ് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് എ ബുക്ക് ബ്രോക്കേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസസ് ട്രേഡ്സ് ടു ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്. അതായത് നമ്മളൊരു ബൈ ട്രേഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സുമായിട്ട് മാർക്കറ്റുമായിട്ട് അത് കണക്ട് ചെയ്യും. ഓക്കെ, സോ നോ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് നമുക്ക് എഗെയിനിസ്റ്റ് ആ ഒരു ബ്രോക്കർ ഒന്നും അവിടെ ചെയ്യണില്ല. സോ ഈ ഒരു എ ബുക്ക് ബ്രോക്കേഴ്സ് എങ്ങനെയാണ് അവരുടെ ആ ഒരു പ്രോഫിറ്റ്സ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്സ് മണി ഫ്രം സ്പ്രെഡ്സ് ആൻഡ് കമ്മീഷൻസ്. അതായത് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും കമ്മീഷൻ. ആൻഡ് സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കമ്മീഷനാണ്. സോ സ്പ്രെഡിലൂടെയും കമ്മീഷൻസിലൂടെയാണ് ഈ ഒരു എ ബുക്ക് ബ്രോക്കേഴ്സ് അവരുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ബിഗ് ബുക്ക് ബ്രോക്കേഴ്സിലോട്ട് വരുന്ന സമയത്ത് ടേക്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് യുവർ ട്രേഡ്. അതായത് നമ്മളിപ്പോൾ ഒരു ബൈ ട്രേഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ഡയറക്റ്റ്ലി മാർക്കറ്റുമായിട്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സുമായിട്ട് അത് പാസ് ചെയ്യണില്ല. ഓക്കെ, നമുക്ക് എഗെയിനിസ്റ്റ് ആണ് ഈ ഒരു ബ്രോക്കേഴ്സ് ട്രേഡ് എടുക്കുന്നത്. അതായത് ഈ ഒരു ബിഗ് ബുക്ക് ബ്രോക്കേഴ്സ് എങ്ങനെയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലോസ് വരുവാണെങ്കിൽ ബ്രോക്കറിന് അത് പ്രോഫിറ്റ് ആയിരിക്കും. അതായത് പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് നമുക്ക് എഗെയിനിസ്റ്റ് ആണ് ബ്രോക്കർ എപ്പോഴും പോകുന്നത്. സോ ക്യാൻ ബി പ്രോഫിറ്റബിൾ ഫോർ ബോത്ത് പാർട്ടീസ് ഇഫ് ഫെയർ. ഓക്കെ, സോ രണ്ട് കൂട്ടർക്കും കൂടെ പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. പക്ഷേ എ ബുക്ക് ബ്രോക്കേഴ്സ് ആണ്, അതായത് നമ്മൾ ബ്രോക്കേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ എ ബുക്ക് ബ്രോക്കേഴ്സ് തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ, സോ ബിഗ് ബുക്ക് ബ്രോക്കേഴ്സ് പല ഓഫേഴ്സ് നമുക്ക് പ്രോമിസ് ചെയ്യും. ഓക്കെ, സോ സ്പ്രെഡൊക്കെ വളരെ കുറച്ച് സ്പ്രെഡ് ചെയ്യും, കമ്മീഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ലോസിലോട്ട് പോകുമ്പോഴായിരിക്കും ഈ ഒരു ബ്രോക്കേഴ്സ് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ബ്രോക്കർ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, എ ബുക്ക് ബ്രോക്കേഴ്സ് തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് തിങ്. സോ പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് റെഗുലേഷൻസ് ആൻഡ് സേഫ്റ്റി ആണ്. അതായത് കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്. സോ ഇത് ഇന്റർനാഷണൽ റെഗുലേഷൻസ് ആണ്, HCA, CY, SEC, ASIC. ഓക്കെ, സോ ഈ ഒരു റെഗുലേഷൻസ് ഒക്കെ ആ ഒരു ബ്രോക്കർ ഉണ്ടോ നോക്കുക. ആൻഡ് രണ്ടാമത്തെ കാര്യം ചെക്ക് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ പോളിസീസ്. അതായത് സോ ആ ഒരു ഇൻവെസ്റ്ററിനെ എങ്ങനെയാണ് ആ ഒരു ബ്രോക്കർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ ആ ഒരു വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. സോ ബേസിക് ആയിട്ട് റൈഡ് വരുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ലൈസൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യണ ആ ഒരു ബ്രോക്കറുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. HCA, CY, SEC, ASIC അതുപോലുള്ള റെഗുലേഷൻസ്. ഓക്കെ, പിന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ പോളിസീസ് ആ ഒരു കാര്യങ്ങൾ നോക്കുക. പിന്നെ അവോയ്ഡ് ബ്രോക്കേഴ്സ് വിത്ത് അൺക്ലിയർ ലൈസൻസിങ്. ഈ ഒരു ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ബ്രോക്കർ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് തിങ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണ് ട്രേഡിങ് കണ്ടീഷൻസ്. അതായത് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ആ ഒരു ബ്രോക്കറിലോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. സോ ഫസ്റ്റ് തിങ് സ്പ്രെഡ് ആൻഡ് കമ്മീഷൻസ്. ഓക്കെ, സോ സ്പ്രെഡ് എന്താണ്, അവിടുത്തെ കമ്മീഷൻ എന്താണ്, ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ഒരു ധാരണ എനിക്ക് വേണം. ഓക്കെ, സോ ലോ സ്പ്രെഡ് ഇസ് ഈക്വൽ ടു ബെറ്റർ ട്രേഡിങ് കണ്ടീഷൻസ്. ഓക്കെ, സ്പ്രെഡ് കുറവാണെങ്കിൽ ഇപ്പോൾ സ്കാൽപ്പിങ്ങിൻ്റെ കേസിലൊക്കെ വരുവാണെങ്കിൽ ഏറ്റവും ലോ സ്പ്രെഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇതൊരു ടൈപ്പ് ഓഫ് ബ്രോക്കറേജ് ആണ്. ഓക്കെ, വരുന്ന വീഡിയോസിൽ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സ്പ്രെഡ് കമ്പാരിറ്റീവ്ലി ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ലോ സ്പ്രെഡ് ആയിരിക്കണം. പിന്നെ എക്സിക്യൂഷൻ സ്പീഡ്. ഓക്കെ, സോ എത്ര ഫാസ്റ്റിലാണ് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബൈ ട്രേഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആവാൻ എത്ര ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ലാഗ് വരുന്നുണ്ടോ. സോ ലാഗ് വരുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. സോ ഒരു പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷൻ കിട്ടുന്ന രീതിയിലുള്ള ബ്രോക്കേഴ്സ് തന്നെ എപ്പോഴും ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഫാസ്റ്റ് എക്സിക്യൂഷൻ മാറ്റേഴ്സ് ഫോർ സ്കാൽപ്പേഴ്സ് ആൻഡ് ഇൻട്രാഡേ ട്രേഡേഴ്സ്. ഓക്കെ, മോസ്റ്റ്ലി ഫോറക്സിലോട്ട് പറഞ്ഞ സമയത്ത് ഇൻട്രാഡേ ട്രേഡ് ആണ്, ഡേ ട്രേഡിംഗ് ആണ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഫാസ്റ്റ് എക്സിക്യൂഷൻസ് നമുക്ക് വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ ലിവറേജ്, എത്ര ലിവറേജ് ആണ് ആ ഒരു ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എൻഷുർ സെൻസിബിൾ ലിവറേജ് ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ്. ലിവറേജ് എന്ന് പറഞ്ഞൊരു ഡബിൾ എഡ്ജ്ഡ് ആണ്. ഓക്കെ, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയെങ്കിൽ
നമുക്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. സോ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് അവിടെ വാഷ് ഔട്ട് ആവാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ ലിവറേജ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലിവറേജും കാര്യങ്ങളൊക്കെ എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞു വെക്കാം. സോ പിന്നെ വരുന്നൊരു കാര്യമാണ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ മെത്തേഡ്സ്. ഓക്കെ, അതായത് ഡിപ്പോസിറ്റും വിഡ്രോവൽസും എങ്ങനെയാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ലോക്കൽ ഡിപ്പോസിറ്റും വിഡ്രോവൽ ഓപ്ഷൻസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് അവർ UPI ഡിപ്പോസിറ്റ്, UPI വിഡ്രോവൽസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിഡ്രോവൽസ്, ബാങ്ക് അക്കൗണ്ട് ഡിപ്പോസിറ്റ്, സോ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ആൻഡ് അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് റിലയബിലിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ റിഫ്ലക്റ്റ് ആവാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരെ എത്ര ടൈം എടുക്കുന്നുണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഓക്കെ, അപ്പം ആ ഒരു എക്സിക്യൂഷൻ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്ന സമയവും അതുപോലെ തന്നെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ റിഫ്ലക്റ്റ് ആവുന്ന സമയം ഒരു 15 മിനിറ്റ്സിൻ്റെ അകത്താണെങ്കിൽ, ഒരു 15 മിനിറ്റിൻ്റെ അകത്താണെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, സോ മോസ്റ്റ്ലി അത്യാവശ്യം നല്ല ബ്രോക്കേഴ്സൊക്കെ അതിൻ്റെ അകത്ത് തന്നെയാണ് ആ ഒരു സമയം കാര്യങ്ങളും വരാറ്. പിന്നെ അതിൻ്റെ ഫീസ്, അതായത് ഈ ചില സമയത്ത് ഡിപ്പോസിറ്റും വിഡ്രോവൽസും ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫീസാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഹിഡൻ ഫീസ് ഉണ്ടോ, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്താം. ഓക്കെ, സോ ഡിപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ സിസ്റ്റംസ്. പിന്നെ നോക്കുന്നത് പ്ലാറ്റ്ഫോംസ് ആൻഡ് ടൂൾസ്, അതായത് ആ ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രോക്കർ ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ്, ഏതൊക്കെ ടൂൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങൾ നോക്കാം. ഓക്കെ, മെയിനായിട്ട് ആൾക്കാർ ഫോറക്സ് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് മെറ്റാ ട്രേഡർ 4ഉം മെറ്റാ ട്രേഡർ 5ഉം ആണ്. ഓക്കെ, ആ ഒരു പ്ലാറ്റ്ഫോംസ് ഈ ഒരു ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കും. ഓൾമോസ്റ്റ് എല്ലാ ബ്രോക്കേഴ്സും MT5 MT4ഉം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ആൻഡ് അനലിറ്റിക് ടൂൾസ് അവൈലബിൾ, അതായത് എന്തൊക്കെ ടൂൾസ് ആണ് ഈ ഒരു സൈനപ്പ് ചെയ്തിട്ടുള്ള ട്രേഡേഴ്സിന് അവർ പ്രൊവൈഡ് ചെയ്യണത്. സോ എന്തെങ്കിലും ക്ലാസ്സസ് കൊടുക്കുന്നുണ്ടോ, അതിൻ്റെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ, അതൊക്കെ നോക്കുക. സോ പിന്നെ ഈ പറഞ്ഞ പോലെ കോപ്പി ട്രേഡിംഗ് ആൻഡ് സോഷ്യൽ ട്രേഡിംഗ് ഫീച്ചേഴ്സ്, അതായത് പല ബ്രോക്കേഴ്സും കോപ്പി ട്രേഡിങ്ങിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ സോഷ്യൽ ട്രേഡിംഗ്, അതായത് ആ ഒരു ബ്രോക്കറിൽ ടോപ്പായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അണ്ടർ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. സോ മെയിനായിട്ട് നോക്കുന്ന പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ് ഈ ഒരു ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ്ലി MT5 ആണ്, MT4 അല്ലെങ്കിൽ MT5 ആണ് ആൾക്കാർ ഈ ഒരു ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യണത്. സോ പിന്നെയുള്ളൊരു കാര്യം കസ്റ്റമർ സപ്പോർട്ട്. ഓക്കെ, സോ 24/5 ആണോ അല്ലെങ്കിൽ 24/7 ആണോ, ഓക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്താം. ഓക്കെ, എത്ര ഫാസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചാറ്റ് സിസ്റ്റമായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കുന്നുണ്ട്, ഓക്കെ പെട്ടെന്ന് അത് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ടോ, ഓക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഹൗ ഫാസ്റ്റ് ആൻഡ് ഹെൽപ്ഫുൾ ഈസ് ദ റെസ്പോൺസ്, അവരുടെ റെസ്പോൺസ് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ടോ. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ വിഡ്രോവൽസ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ, ആ ഒരു കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കാം. പിന്നെ റെപ്യൂട്ടേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി, ഇതിന് മെയിനായിട്ട് നോക്കേണ്ടത് റീഡ് ഓൺലൈൻ റിവ്യൂസ്, അതായത് മെയിനായിട്ട് ട്രസ്റ്റ് പൈലറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബ്രോക്കറിൻ്റെ റിവ്യൂസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ മിനിമം ഒരു 3.5 to 4 സ്റ്റാർ എങ്കിൽ നമുക്ക് വേണം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ അതിന് ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഉണ്ടോ, ഡിസ്കോഡ് കമ്മ്യൂണിറ്റി, ഫോറംസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഓക്കെ അതൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഡസ് ബ്രോക്കർ ഡിസ്ക്ലോസ് ഹൗ ദേ ഹാൻഡിൽ യുവർ ട്രേഡ്സ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ എ ബുക്ക് ആണോ ബൈ ബുക്ക് ആണോ. സോ മോസ്റ്റ്ലി ചൂസ് ചെയ്യുന്ന സമയത്ത് എ ബുക്ക് തന്നെ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, പിന്നെ നോക്കേണ്ട സമയത്ത് ഓക്കെ ആസ് എൻ ഇന്ത്യൻ ട്രേഡർ അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ആ ഒരു ബ്രോക്കർ ഫസ്റ്റ് തിങ്, ആ ഒരു ബ്രോക്കർ ഇന്ത്യൻ ക്ലയൻസിനെ ആക്സെപ്റ്റ് ചെയ്യണുണ്ടോ. ഓക്കെ, സോ ഫസ്റ്റ് തിങ്. പിന്നെ INR ഡിപ്പോസിറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ INR ഡിപ്പോസിറ്റിൻ്റെ സമയത്ത് തന്നെ ബാങ്ക് വിഡ്രോവൽസ്, ബാങ്ക് ഡിപ്പോസിറ്റ്, UPI ഡിപ്പോസിറ്റ്, ആ ഒരു കാര്യങ്ങളൊക്കെ ഉറപ്പ് അവർ പ്രോമിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക. സീംലെസ് ബാങ്ക് ട്രാൻസ്ഫർ ആൻഡ് UPI, എത്ര ടൈം എടുക്കുന്നുണ്ട്, ഓക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വിഡ്രോവൽസ് ഡിപ്പോസിറ്റ് ആണ്, ആ ഒരു കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്താം. സോ പിന്നെ ഫൈനൽ ഡെസിഷൻ ടിപ്പ്. ഓക്കെ, ഇപ്പോൾ ഏത് ബ്രോക്കർ ആയി കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അവിടുത്തെ ട്രേഡിംഗ് കണ്ടീഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ആ ഒരു കാര്യങ്ങൾക്ക് ഉറപ്പ് വരുത്തുക. പിന്നെ
വിഡ്രോവൽസ് തന്നെ ഒരു ഏർലി ഇത് വലിയൊരു എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു പ്രോഫിറ്റൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വിഡ്രോവൽസ് എത്രത്തോളം ഫാസ്റ്റാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നോക്കുക. ആൻഡ് മെയിൻ തിങ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ, അണ്ടർസ്റ്റാൻഡ് ഇഫ് ദേ ആർ എ ബുക്ക് ഓർ ബി ബുക്ക് ആൻഡ് ഹൗ ദേ മാനേജ് റിസ്ക്. ഓക്കെ, സോ എപ്പോഴും എ ബുക്ക് ബ്രോക്കേഴ്സ് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, സോ പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഓക്കെ ഇപ്പോൾ ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്, ട്രസ്റ്റബിളായിട്ട് ഏത് ബ്രോക്കറാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, ആ ഒരു കാര്യം നമുക്ക് ഉറപ്പ് വരുത്തും. ഓക്കെ, ഏത് ബ്രോക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യണത് അൽപാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറക്സ് ബ്രോക്കറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആ ഒരു അൽപാരി യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25+ ഇയേഴ്സ് ഈ ഒരു ബ്രോക്കർ മാർക്കറ്റിലുണ്ട്. ഓക്കെ, സോ ഇയേഴ്സ് ഇൻ ദ മാർക്കറ്റ്, ഓവർ 25 ഇയേഴ്സ് എക്സ്പീരിയൻസ് ട്രേഡിംഗ് വിത്ത് 1 million+ ക്ലയൻറ്റ്സ് വേൾഡ് വൈഡ്. അതായത് വേൾഡ് വൈഡ് ആയിട്ടൊരു 1 million+, അതായത് 10 lakh+ ക്ലയൻറ്റ്സ്, ആക്റ്റീവ് ക്ലയൻറ്റ്സ് ഈ ഒരു അൽപാരി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോക്കറിനുണ്ട്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 750+ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഫോറക്സും കമ്മോഡിറ്റീസും ഇൻഡീസസും ക്രിപ്റ്റോസും സ്റ്റോക്സും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു അൽപാരി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോക്കറിൻ്റെ അകത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പ്രെഡ്, ഇതിനകത്ത് കുറച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. റോ സ്പ്രെഡ് അക്കൗണ്ട് ഒക്കെ ഉണ്ട്, അതായത് സീറോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ട്സ് ഉണ്ട്, സീറോ സ്പ്രെഡ് ഒക്കെ ഉള്ള അക്കൗണ്ട്സ് ഉണ്ട്, ലോ ട്രേഡിംഗ് കോസ്റ്റ് ആൻഡ് ജനറസ് റിവാർഡ് പ്രോഗ്രാംസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 million+ ആക്റ്റീവ് കസ്റ്റമേഴ്സ് ഈ ഒരു ബ്രോക്കറിനുണ്ട്. ആൻഡ് ഈ ഒരു ബ്രോക്കറിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രോക്കർ ലിങ്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അവരുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സ് ആൻഡ് ട്രേഡ് 750+ ഇൻസ്ട്രുമെൻറ്റ്സ്, സീറോ കമ്മീഷൻ ആൻഡ് സ്പ്രെഡ്സ് ഫ്രം സീറോ, ഔട്ട്സ്റ്റാൻഡിങ് എക്സിക്യൂഷൻസ്, ഫസ്റ്റ് ഫ്രീ വിഡ്രോവൽസ് ഒക്കെ സ്പീഡാണ്, ഫാസ്റ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു ന്യൂ ബി ട്രേഡർ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഡെമോ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വൈ ട്രേഡ് വിത്ത് അസ്, സോ ഇംപ്രൂവ്ഡ് പ്രൈസിങ് ആൻഡ് പെർഫോമൻസ്, ആക്സസ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്, നോട്ട് ടു ലോ സ്പ്രെഡ് ആൻഡ് കമ്മീഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ന്യൂസസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ആൻഡ് കുറച്ച് അവാർഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രോക്കേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോംസ്, ഒക്കെ ഇത് മെയിനായിട്ട് ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ മൊബൈൽ വേർഷൻ ഉണ്ട്, മൊബൈൽ ആപ്പ് വേർഷൻസ് ഉണ്ട്. ഓക്കെ, ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് MT5 ആണ്. MT5 ആണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ട്രേഡ് എക്സിക്യൂഷൻസ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന MT5 ആണ്. സോ MT5 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MT4 ഉണ്ട്. പിന്നെ അവിടെ ഡെസ്ക്ടോപ്പ് വേർഷൻസ് ഉണ്ട്, മൊബൈൽ വേർഷൻസ് ഉണ്ട്. ഈ ഒരു 4 പ്ലാറ്റ്ഫോംസ് ഈ ഒരു അൽപാരി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് പൊക്കി കഴിഞ്ഞാൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ മാർക്കറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് എത്തിയാം. മെയിനായിട്ട് നമുക്ക് ഫോറക്സ് ട്രേഡ് ചെയ്യാം, അതായത് ആക്സസ് പോപ്പുലർ മേജർ മൈനർ ആൻഡ് എക്സോട്ടിക് കറൻസി പേഴ്സ് 24 hours 5 days വയ്ക്കും. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഫോറക്സ് പേയേഴ്സും, അതായത് മേജർ പേയേഴ്സും മൈനർ പേയേഴ്സും എക്സോട്ടിക് പേയേഴ്സും ഒക്കെ നമുക്കിവിടെ ട്രേഡ് ചെയ്യാം. പിന്നെ കമ്മോഡിറ്റീസ്, സോ ഡിസ്കവർ ദ പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ക്രൂഡ് ഓയിൽ, ബ്രെൻഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, അതായത് കമ്മോഡിറ്റീസ്. ഓക്കെ, ഗോൾഡ്, സിൽവർ ആൻഡ് അതുപോലെ നാച്ചുറൽ ഗ്യാസ്, ഓയിൽ, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ ഇൻഡീസസ്, ടാപ്പ് ഇൻ ടു ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹെഡ്ലൈൻസ് ഇൻഡീസസ്, അതായത് NAS 100, അതായത് US 100, US 50, US 500, ആ ഒരു US ഇൻഡീസസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ട്രേഡ് ചെയ്യാം. പിന്നെ മെറ്റൽസ്, ഓക്കെ, സോ മെറ്റൽസിനാണ് ഗോൾഡും സിൽവറും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കുറച്ച് ഇന്ത്യൻ സ്റ്റോക്സ് അല്ല, മീൻസ് ഒരു US സ്റ്റോക്സ് കാര്യങ്ങളൊക്കെ CFD ആയിട്ട് നമുക്കിവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ETF CFDs ഉണ്ട് ആൻഡ് ഫ്യൂച്ചർ CFDs ഉണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യണത് ഈ അൽപാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രോക്കറാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യണത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ട്രേഡ് ചെയ്യാം. സോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു അൽപാരിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് ഞാൻ അവിടെ കൂടുതൽ എൻ്റെ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു അൽപാരിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു പ്രീമിയം ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലോട്ട് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഒരു അക്കൗണ്ട് എൻ്റെ ലിങ്ക് യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് ടെലഗ്രാമിലൊരു മെസ്സേജ് ഇടുവാണെങ്കിൽ ഞാൻ നിങ്ങളെൻ്റെ ആ ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയിലോട്ട് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ അൽപാരിയിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം.